ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു പപ്സ് പോലുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഒരു പീസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറും നിറയും മനസ്സും നിറയും അത്രയും ടേസ്റ്റിയാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ 2 മുട്ട എടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്കൊരു പാനിലേക്ക് 1.5 ടീസ്പൂണോളം ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാനിപ്പം ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം 2 മീഡിയം സൈസുള്ള സവാളയായിട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നൈസായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്ക് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താൽ കഴിക്കുന്ന സമയത്ത് കടിക്കാനും കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. നന്നായിട്ട് വാടിക്കൊഴഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കളറൊന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. 1-2 പച്ചമുളക്. നമുക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആ ഒരു കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് മൂത്ത് ആ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടി നമ്മൾ നന്നായിട്ട് ഇതാ ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള സാൾട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. കൊറിയാണ്ടർ പൗഡർ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു പൊടിയുടെ ഒക്കെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടുന്നവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മസാലപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയെ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂണോളം മൈദപ്പൊടി ചേർക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഓയിലാണേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം നമ്മളിതിലേക്ക് കുരുമുളക് പൊടി പെപ്പർ പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പോളം പാലാട്ടോ. അപ്പോൾ പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സംഭവം എന്താ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗീ ഒക്കെ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിനി ചെയ്യുന്നത് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് പകുതിയോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. പകുതി ഒഴിച്ചാൽ മതി, ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ലേ. പകുതി ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മുട്ട ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മുട്ട 3 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മാവ്, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മാവൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം, മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലില്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് വേണം നമ്മളൊരു 10 മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതിപ്പം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വെച്ച് ഒരു കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഒന്നും കൂടി ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ഒരു 20 സെക്കൻഡ് ആ ഒരു സമയം കൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ ഒരു ഭാഗം കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും കഴിക്കാൻ തന്നെ നമുക്ക് അടിപൊളിയാട്ടോ. ഈ ഒരു പീസ് മാത്രം കഴിച്ചാൽ മതി, നമ്മളെ വയറൊക്കെ പെട്ടെന്ന് അങ്ങ് നിറയേ. നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റില്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.